വെൽമോണ്ടിനൊരു ഫേസ് വേണം അല്ലേ? ആ ബ്രാൻഡിന് അത്രയും പവർഫുൾ ആയിട്ടുള്ള ഒരു ബ്രാൻഡ് അംബാസഡർ വേണം. ഇറ്റ്സ് നൺ അതർ ദാൻ ഡോക്ടർ റോബിൻ രാധാകൃഷ്ണൻ. ഹായ്, എല്ലാവർക്കും നമസ്കാരം. അപ്പം വളരെ ദിവസങ്ങൾക്ക് ശേഷമാണ് ഡോക്ടർ റോബിൻ്റെ ഒരു വീഡിയോ ഞാൻ പോസ്റ്റ് ചെയ്യുന്നത്. കഴിഞ്ഞ ദിവസം ഡോക്ടർ തൻ്റെ സോഷ്യൽ മീഡിയയിൽ കുറിച്ച ഒരു വരികളോടുകൂടി ഞാൻ ഈ വീഡിയോ പോസ്റ്റ് ചെയ്യുകയാണ്. ഞാൻ വളരെ അഭിമാനത്തോടു കൂടിയാണ് ഈ ചിത്രം ഇവിടെ പോസ്റ്റ് ചെയ്യുന്നത് എന്ന് അടിക്കുറിപ്പോടു കൂടിയാണ് ഡോക്ടർ ഈ വീഡിയോ അപ്ലോഡ് ചെയ്തിരിക്കുന്നത്. ആ വീഡിയോ നമുക്കൊന്ന് കണ്ടു നോക്കാം. തൻ്റെ ലൈഫിനെ കുറിച്ചാണ് ഡോക്ടർ ആ വീഡിയോയിൽ സംസാരിക്കുന്നത് മുഴുവൻ. ബിഗ് ബോസിന് മുമ്പ് 7 വർഷക്കാലം താൻ ഡോക്ടറായി വർക്ക് ചെയ്തിരുന്നു എന്നും ബിഗ് ബോസിന് ശേഷം എന്തുകൊണ്ട് താൻ തൻ്റെ പ്രൊഫഷനിലേക്ക് തിരികെ പോകുന്നില്ല എന്ന് തന്നെ സ്നേഹിക്കുന്നവരും വെറുക്കുന്നവരും ഒരുപോലെ ചോദിച്ചിരുന്ന ചോദ്യമായിരുന്നു. അതിന് ഒരു മറുപടിയും കൂടിയാണ് ഈ വീഡിയോ എന്ന് ഡോക്ടർ എടുത്തു പറയുന്നുണ്ട്. എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഡോക്ടർ റോബിൻ രാധാകൃഷ്ണൻ. ബിഗ് ബോസിന് മുന്നേ ഉള്ള ജീവിതം, ബിഗ് ബോസിന് ശേഷമുള്ള ജീവിതം എന്ന് ഞാൻ ഡിവൈഡ് ചെയ്യാറുണ്ട്. ബിഗ് ബോസിന് മുന്നേ ഞാൻ ട്രിവാൻഡ്രത്തുള്ള GG ഹോസ്പിറ്റലിൽ ഡ്യൂട്ടി മെഡിക്കൽ ഓഫീസറായിട്ട് നൈറ്റ് IP പേഷ്യന്റ് ഇൻചാർജായിട്ട് 7 വർഷം വർക്ക് ചെയ്തിരുന്നു. സോ അതിനുശേഷം ബിഗ് ബോസിന് ശേഷം ഐ വാസ് വെയിറ്റിംഗ് ഫോർ ദ റൈറ്റ് മൊമെന്റ്. കാരണം താൻ ഒരു ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുകയാണെങ്കിൽ തൻ്റെ സേവനം വളരെ കുറച്ച് ആളുകൾക്ക് മാത്രമാണ് ലഭിക്കുന്നതെന്നും, പക്ഷേ ഇപ്പോൾ എൻ്റെ സേവനം എന്നെ ഇഷ്ടപ്പെടുന്ന എല്ലാവരിലേക്കും എത്തിക്കുവാൻ സാധിക്കുന്നതിൽ താൻ വളരെ അഭിമാനം കൊള്ളുന്നുവെന്നും ഡോക്ടർ ഈ വീഡിയോയിൽ പറയുന്നുണ്ട്. കാരണം ഞാനിപ്പോൾ ഒരു ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ എൻ്റെ സർവീസ് വളരെ കുറച്ച് ആൾക്കാർക്ക് മാത്രമേ കിട്ടത്തുള്ളൂ. പക്ഷെ ഇപ്പോൾ എന്നെ ഇഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ എനിക്കറിയാവുന്ന എല്ലാവർക്കും എൻ്റെ സർവീസ് എത്തിക്കാൻ പറ്റുന്നുണ്ട്. സോ എന്താ പറയാ, നമ്മുടെ ആഗ്രഹങ്ങൾ വലുതോ ചെറുതോ എന്തോ ആയിക്കൊള്ളട്ടെ, നമ്മൾ നേടാൻ ആഗ്രഹിച്ചതും നമ്മൾ ചെയ്യുന്നതും നമ്മുടെ മനസ്സിന് ശരിയെന്ന് തോന്നുകയാണെങ്കിൽ ക്ഷമയോടും അതിനുവേണ്ടി നിരന്തരം പരിശ്രമിക്കുകയും അധ്വാനിക്കുകയും ചെയ്യുക. അപ്പോൾ നമ്മുടെ ഏതാഗ്രഹവും സാധിക്കുമെന്ന് ഡോക്ടർ തൻ്റെ ലൈഫിൽ കൂടി തന്നെ ഒരു ഉദാഹരണമായി കാണിച്ചുകൊണ്ട് ഈ സംസാരത്തിൽ പറയുന്നുണ്ട്. ഞാൻ വളരെ ആഗ്രഹിച്ചു ഇഷ്ടപ്പെട്ടു തിരഞ്ഞെടുത്തതാണ് തൻ്റെ മെഡിക്കൽ പ്രൊഫഷൻ. മെഡിക്കൽ രംഗത്ത് ഒരു ഡോക്ടറായി സേവനമനുഷ്ഠിക്കുന്നതിൽ താൻ അഭിമാനം കൊള്ളുന്നുവെന്നും ഡോക്ടർ പറയുന്നു. ഇന്ന് ഞാനിവിടെ വെൽമൗണ്ട് ഹെൽത്ത് കെയർ പ്രൈവറ്റ് ലിമിറ്റഡിൻ്റെ ബ്രാൻഡ് അംബാസഡറായി സ്ഥാനമേൽക്കുമ്പോൾ എനിക്ക് എന്നെ ഇഷ്ടപ്പെടുന്ന എല്ലാവരോടും നന്ദി പറയുവാൻ ആഗ്രഹിക്കുന്നു. ഇനി അങ്ങോട്ടും ഇതുപോലെ തനിക്ക് സ്നേഹവും പിന്തുണയും നൽകണമെന്നും ഡോക്ടർ പറയുന്നു. നിങ്ങൾക്കെല്ലാവർക്കും ഗുണം നൽകുന്ന രീതിയിലുള്ള സേവനങ്ങൾ അധികം താമസിക്കാതെ വെൽമൗണ്ടിൽ നിന്നും ലഭിക്കുമെന്നും ഡോക്ടർ ഉറപ്പ് നൽകുന്നുണ്ട്. എൻ്റെ കാത്തിരിപ്പ് ഏറ്റവും മികച്ചതിനു വേണ്ടിയായിരുന്നു. നിങ്ങളുടെ കാത്തിരിപ്പും ഏറ്റവും മികച്ചതിനു വേണ്ടി ആകട്ടെ എന്ന് ഡോക്ടർ പറഞ്ഞ് ഈ വർത്തമാനം അവസാനിപ്പിക്കുന്നു. അപ്പോൾ ഡോക്ടർ റോബിൻ തൻ്റെ പ്രൊഫഷനായ ഡോക്ടറിലേക്ക് തന്നെ വീണ്ടും തിരിച്ചു പോകുന്നുവെന്ന സന്തോഷ വാർത്തയാണ് ഈ വീഡിയോയിലൂടെ ഡോക്ടർ പങ്കുവച്ചിരിക്കുന്നത്. താൻ ഡോക്ടറായി പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ വളരെ കുറച്ച് പേർക്ക് മാത്രം സേവനം കിട്ടുമായിരുന്നത് വെൽമൗണ്ടിൻ്റെ ബ്രാൻഡ് അംബാസഡറായി പ്രവർത്തിക്കുന്നത് പോലും തന്നെ ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും തന്നിലൂടെ എത്തുമെന്ന് വിചാരിക്കുന്നതിൽ വളരെ സന്തോഷമുണ്ടെന്നും ഡോക്ടർ ഈ വീഡിയോയിലൂടെ പറയുന്നു. അപ്പോൾ അതിൻ്റെ കുറച്ച് ഭാഗങ്ങൾ കൂടി നമുക്കൊന്ന് കണ്ടു നോക്കാം. എനിക്ക് ആദ്യമായി നന്ദി പറയേണ്ടത് വെൽമൗണ്ട് ഇന്റർനാഷണൽ ഹെൽത്ത് കെയർ കമ്പനിയോടും അതിന്റെ CEO ആയിട്ടുള്ള നമ്മുടെ നിസാം ബ്രോയിനോടാണ്. കാരണം കഴിഞ്ഞ കുറച്ച് മാസങ്ങൾക്ക് മുന്നേ ഞങ്ങൾ വളരെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടാണ് കണ്ടത്. സോ ആ സമയത്ത് ഞങ്ങൾ ഒരുപാട് സംസാരിച്ചു. ഞങ്ങളുടെ ഗോൾസ്,
നമ്മുടെ ആംബിഷൻസ്, നമ്മുടെ വിഷൻ, സോ എല്ലാത്തിലും ഒരുപാട് സിമിലാരിറ്റീസ് ഞങ്ങൾക്ക് കാണാനിടയായി. സോ ഫൈനലി ഞാൻ ഇന്നിവിടെ ബെൽമൗണ്ട് ഇന്റർനാഷണൽ ഹെൽത്ത് കെയർ കമ്പനിയുടെ ബ്രാൻഡ് അംബാസഡറായി നിൽക്കുന്നു. സോ താങ്ക് യു സോ മച്ച് നിസാം ബ്രോ. ആൻഡ് അടുത്തൊരു 6 months കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഒരു റെവല്യൂഷൻ ഉണ്ടാക്കാൻ പോവുകയാണ് നമ്മുടെ ബെൽമൗണ്ട്. ഇതിന്റെ എല്ലാ അപ്ഡേറ്റ്സും നമ്മൾ ഗ്രാജുവലി അനൗൺസ് ചെയ്യുന്നതായിരിക്കും. ഇനി മലയാളികൾക്ക് ബെൽമൗണ്ട് ഇല്ലാതെ ജീവിക്കാൻ പറ്റത്തില്ല എന്നുള്ളൊരു സിറ്റുവേഷനിലേക്ക് എത്താൻ പോവുകയാണ്. സോ കാരണം ഇപ്പോഴും പലർക്കും അറിയത്തില്ല എന്താണ് ഞങ്ങൾ പ്രിപ്പയർ ചെയ്ത് വെച്ചിരിക്കുന്നത് എന്നുള്ളത്. സോ ഒരു വലിയ ഇമ്പാക്റ്റ് അല്ലെങ്കിൽ വലിയ റെവല്യൂഷനാണ് ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത്. മലയാളികളിൽ ബെൽമൗണ്ടിന് മുന്നേ ഉള്ള ജീവിതം, ബെൽമൗണ്ടിന് ശേഷമുള്ള ജീവിതം എന്നിനിയിപ്പം ഡിവൈഡ് ചെയ്യേണ്ടി വരും. ഓക്കെ, സോ എന്താ പറയുക, ഭയങ്കര പ്രൗഡായിട്ട് ഫീൽ ചെയ്യുന്നു ഇന്നിവിടെ നിൽക്കുമ്പോൾ. ആൻഡ് എൻ്റെ ജീവിതത്തിൽ നോക്കുമ്പോഴത്തേക്ക് അപ്പോൾ ഡോക്ടർ റോബിനെ ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായി കാണുമെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. വീണ്ടും പുതിയൊരു വീഡിയോയുമായി കാണുന്നത് വരെ നിങ്ങൾക്കെല്ലാവർക്കും ഗുഡ് ബൈ.